കനത്ത മഴയിലും കാറ്റിലും കൊല്ലം ജില്ലയിലും വ്യാപക കൃഷിനാശം. പുനലൂരിൽ നിരവധി കൃഷി നശിച്ചു. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട മഴ ശക്തമാണ്. കൊട്ടാരക്കര പെരുങ്കുളത്ത് രാജപ്പൻ എന്ന കർഷകൻ്റെ 450ഓളം ഏത്തവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. സമീപത്തെ കൃഷിയിടങ്ങളിലും നാശം സംഭവിച്ചു. പുനലൂർ കോട്ടവട്ടം സ്വദേശി മുരളീധരൻ്റെ 50ഓളം വാഴകളും കാലവർഷത്തിൽ നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവിടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കൊല്ലം ജില്ലയിൽ വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്യുന്നു. കാലവർഷത്തെ തുടർന്ന് വാഴകൃഷി നടത്തിയവർക്കൊക്കെ തന്നെ വാഴകൾ പൂർണ്ണമായി ഒടിഞ്ഞു പോകുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ മനോജ്. തീർച്ചയായും വിനോദ്, ഇന്ന് മഴ ശക്തമാകുന്ന സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കിഴക്കൻ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇടവിട്ട് മഴ ശക്തമാണ്. അതോടൊപ്പം തന്നെ പുനലൂർ കോട്ടവട്ടത്തും കൊട്ടാരക്കര പെരുങ്കുളത്തുമാണ് ഇത്തരത്തിൽ കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ പുനലൂർ ഭാഗത്ത് 50ഓളം വാഴ നശിച്ചു എന്നുള്ളതാണ്. വാഴകൃഷി നടത്തുന്ന ആളൊക്കെ തന്നെ ഇക്കാര്യം അവിടെ എത്തി നോക്കുമ്പോൾ, അതായത് കാറ്റിൽ മുഴുവനായും നശിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ പെരുങ്കുളത്ത്, കൊട്ടാരക്കര പെരുങ്കുളത്ത് 450ഓളം ഈ വാഴകൾ നശിച്ചു. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലടക്കം ഈ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ കാണാൻ സാധിക്കും. എന്തായാലും ഈ പ്രദേശത്തൊക്കെ മഴ ശക്തമാണ് എന്ന് തന്നെയാണ്. അതേസമയം തന്നെ നഗരത്തിൽ നോക്കുമ്പോൾ ഈ കൊല്ലം നഗരത്തിൽ ഉച്ചവരെ തന്നെ മഴ ശക്തമായിരുന്നു. രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. പിന്നീട് രൂക്ഷമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. ഈ ഗതാഗതമൊക്കെ തന്നെ വലിയ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന സാഹചര്യം. ജനങ്ങൾക്കൊക്കെ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഉച്ചയോടുകൂടി തന്നെ ഈ മഴയ്ക്ക് ചെറിയ അറുതി വന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ളവരോടും അതോടൊപ്പം തന്നെ തീരദേശ പ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെയുള്ളവരോട് കൃത്യമായും ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. കനത്ത മഴയിൽ കൊല്ലം ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലും വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. നിരവധി കൃഷിനാശമുണ്ടായി. വാഴകൃഷികൾക്ക് വലിയ നാശം തന്നെ ഉണ്ടായി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.